ഇന്ന് നമുക്ക് ചോക്കോബാർ ഉണ്ടാക്കാം. നല്ല കട്ടിയുള്ള പശുവിൻ പാൽ 1 ലിറ്റർ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. അന്നേരം ഒരു ചെറിയ പാത്രം ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ച് കലക്കി ആ കോൺഫ്ലോർ ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇനി പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അര ഭാഗമായിട്ട് വറ്റിച്ചെടുക്കാം. അങ്ങനെ വറ്റി വന്ന പാലിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കാം. ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് അലിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു കുറുകി വരുന്ന ഇത്തിരി കട്ടിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സാക്കി ചൂടാറാൻ വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കത് ഐസ്ക്രീമിൻ്റെ മോൾഡിലാക്കിയിട്ട് സ്റ്റിക്കും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രീസാക്കാൻ വയ്ക്കുക. ഒരു 5-6 മണിക്കൂറൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രീസായി കിട്ടട്ടെ. ബാക്കിയുള്ളത് ഞാൻ മൗൾഡല്ല വേറൊരു പരന്ന പാത്രത്തിൽ തന്നെ ഫ്രീസ് ചെയ്യാൻ ഒപ്പം വെച്ചിട്ടുണ്ട്. 4-5 മണിക്കൂറിന് ശേഷം അത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ കുറച്ച് ചോക്ലേറ്റ് പീസസ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 300 ഗ്രാം മിൽക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ചോക്ലേറ്റ് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ഉള്ളിലേക്ക് ആവിയോ വെള്ളമൊന്നും തട്ടാത്ത രീതിയിൽ തന്നെ ഇതുപോലെ ഉരുക്കിയെടുക്കുക. നന്നായി ഉരുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഫുള്ളായിട്ട് ഓണാക്കി വെക്കരുത്. ഇപ്പോൾ ചോക്ലേറ്റ് ഉരുകി കഴിഞ്ഞാൽ നല്ല കട്ടിക്കാണ് കിട്ടുക. നമുക്ക് തിന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഉരുക്കി നല്ല തിന്നാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല തിൻ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ തിന്നാക്കി എടുക്കുന്നത്. ഓയിൽ ഏതെങ്കിലും ഒഴിച്ചാൽ മതിയോ. അത് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. നമ്മൾ ഈ ചോക്ലേറ്റ് ഉരുക്കിയത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ചൂടാറാൻ വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെച്ച് ചൂടാക്കരുത്, വീണ്ടും കട്ടിയാവും. അപ്പോൾ അത് നന്നായി ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഐസ്ക്രീം നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡീമോൾഡ് ചെയ്തിട്ട് അതിലേക്ക് ചോക്ലേറ്റിലേക്ക് ഒന്ന് മുക്കി എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്കോബാർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ തണവുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എല്ലാം സെറ്റായി അപ്പോൾ തന്നെ കിട്ടും. ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഐസ്ക്രീം പരന്ന പാത്രത്തിലത്തെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബാക്കിയുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് ഒഴിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക.